ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാഭാഗമാണ് പറയുന്നത്. പ്രദ്യുമ്നൻ്റെ വിവാഹം. ആരാണ് പ്രദ്യുമ്നൻ? നമ്മൾ പ്രദ്യുമ്നൻ ആരാണെന്ന് ഇതിനു മുമ്പ് വിശദമായി പഠിച്ചിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണീ ദേവിയുടെയും പുത്രനാണ് പ്രദ്യുമ്നൻ. രുക്മിണിയുടെ സഹോദരനായ രുക്മിണിയുടെ വിവാഹത്തിനു ശേഷം വിദർഭ രാജ്യത്തിൽ കടക്കാതെ ഭോജകടയിൽ തന്നെ താമസിക്കുകയായിരുന്നു. ആ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ആ കാലത്തിനിടയിൽ അവൻ ശത്രുസംഹാരാർത്ഥം കൈലാസത്തിൽ പോയി 3 വർഷം പരമശിവനെ തപസ്സു ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ശത്രുസംഹാരശക്തമായ ഒരു ചാപം രുക്മിക്ക് ദാനം ചെയ്തു. ശത്രുഭാവത്തിൽ ശ്രീനാരായണനോ അദ്ദേഹത്തിൻ്റെ തൽപ്പമായ ആദിശേഷനോ ഒഴിച്ച് മറ്റാരെതിർത്താലും ഈ ചാപം കൊണ്ട് നിനക്കവനെ ജയിക്കാൻ സാധിക്കും എന്നാണ് പരമശിവൻ അരുളി ചെയ്തത്. രുക്മിയുടെ പുത്രിയായ രുക്മാവതി ആ കാലത്ത് രൂപലാവണ്യം തികഞ്ഞ ഒരു തരുണിയായി വളർന്നു കഴിഞ്ഞിരുന്നു. പ്രദ്യുമ്നൻ്റെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ രുക്മാവതി കേട്ടറിഞ്ഞിരുന്നു. അവൾ ആ സുന്ദര മന്മഥനിൽ അനുരക്തയായി ഭവിച്ചു. രുക്മി കൃഷ്ണനോട് പരിഭവ വിരോധമുള്ളവനായിരുന്നു എങ്കിലും അനുജത്തിയായ രുക്മിണിയോട് അന്നും അതിരറ്റ സ്നേഹവാത്സല്യം ഉള്ളവനായിരുന്നു. മകളുടെ ഈ ആഗ്രഹം മാതാവ് വഴി രുക്മി അറിഞ്ഞിരുന്നു. അതുപോലെ രുക്മിണിക്കും മകനെ കൊണ്ട് സഹോദരപുത്രിയെ പാണിഗ്രഹണം ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം എന്താണെന്ന് രുക്മിണിക്ക് അറിയുവാനുള്ള ആഗ്രഹം വളരെയധികം ഉണ്ടായിരുന്നു താനും. കൃഷ്ണൻ്റെ അഭിപ്രായം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് രുക്മി ഇതൊന്നും വകവച്ചില്ല. പുത്രിയുടെ വിവാഹം സംബന്ധിച്ച് ഒരു സ്വയംവര മഹോത്സവം രുക്മി നിശ്ചയിച്ചു. അവൾക്കിഷ്ടമുള്ളവനെ അവൾ വേൾക്കട്ടെ എന്നായിരുന്നു രുക്മിയുടെ ഉദ്ദേശം. സ്വയംവര ദിവസം രാജാക്കന്മാർ, പ്രഭുക്കൾ, സാമന്തന്മാർ തുടങ്ങിയ എല്ലാവരും പന്തലിൽ നിരന്നു. മാതാവിൻ്റെയും വധുവിൻ്റെയും ആഗ്രഹം അറിഞ്ഞിരുന്ന പ്രദ്യുമ്നൻ ആ അവസരത്തിൽ ഭോജകടയിലെത്തി കല്യാണ മണ്ഡപത്തിൽ പ്രവേശിച്ച് മറ്റുള്ള മന്നവന്മാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ രുക്മാവതിയുടെ കഴുത്തിൽ താലി ബന്ധിച്ച് അവളെ വേളി കഴിച്ചു. പല ഭൂപതികളാലും ആഗ്രഹിക്കപ്പെട്ടിരുന്നവളാണ് രുക്മാവതി. അതിനാൽ പ്രദ്യുമ്നൻ കൃഷ്ണൻ രുക്മിണിയെ എന്നതുപോലെ ബലമായി ചെന്ന് അവളെ താലികെട്ടി സ്വീകരിച്ചത് കണ്ട് നൈരാശ്യത്തോടെ പല രാജാക്കന്മാരും അവനോട് എതിരിട്ടെങ്കിലും ഏകനായി നിന്ന് യുദ്ധം ചെയ്ത് എതിരാളികളെ മുഴുവനും തോൽപ്പിച്ച് അവൻ രുക്മാവതിയെയും സ്വീകരിച്ചുകൊണ്ട് ദ്വാരകയിൽ എത്തിച്ചേർന്നു. കൃഷ്ണൻ തൻ്റെ പുത്രൻ്റെ വിവാഹം അത്യാഡംബരപൂർവം ദ്വാരകയിൽ വെച്ച് നടത്തുകയും ചെയ്തു. പ്രദ്യുമ്ന പത്നിയായ മായാവതി ഭർത്താവ് രുക്മാവതിയെ വെളുക്കുന്നതിന് സമ്മതമുള്ളവളായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ രതിദേവിയാണ്. ഈ മായാവതി വേഷം വെടിയേണ്ടവളാണ്. അവളിൽ നിന്നും ഒരു സന്താനയോഗത്തിന് അവകാശമില്ല എന്നതാണ് അതിന് കാരണം. രുക്മാവതിയിൽ പ്രദ്യുമ്നന് അനിരുദ്ധൻ എന്ന ഒരു പുത്രൻ കാലാന്തരത്തിൽ ജനിക്കുകയും ചെയ്തു. പ്രദ്യുമ്നൻ്റെ ഇളയ സഹോദരിയായ ചാരുമതി എന്ന സുന്ദരിയെ കൃതവർമാവിൻ്റെ പുത്രൻ പാണിഗ്രഹണം ചെയ്തു. സത്യഭാമയുടെ പുത്രിയായ സുന്ദരിയെ ദുര്യോധനപുത്രനായ ലക്ഷണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ബലഭദ്രൻ തീരുമാനിക്കുന്നു. കൃഷ്ണന് പക്ഷേ അതിഷ്ടമല്ലായിരുന്നു. എങ്കിലും തൻ്റെ ഇഷ്ടക്കുറവ് പുറത്തു പ്രകടിപ്പിച്ചില്ല. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സഹോദരിയായ സുഭദ്രയുടെ പുത്രൻ
അഭിമന്യു. അക്കാലത്ത് യൗവനയുക്തനായി കഴിഞ്ഞിരുന്നു. കോമളഗാത്രനായ ആ യുവാവിനെ കൊണ്ട്, അതായത് തൻ്റെ അനിന്ദ്രവനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉദ്ദേശം. അഭിമന്യു സുഭദ്രയുടെയും അർജുനൻ്റെയും പുത്രനാണ്. ഭാമയുടെയും സുഭദ്രയുടെയും ആഗ്രഹം അതുതന്നെയായിരുന്നു. പക്ഷേ ബലരാമൻ അതിലിടപെട്ടതിനാൽ ആ മാതാക്കൾ ഒന്നും മിണ്ടിയില്ല. അന്ന് പാണ്ഡവർ ചൂതുകളിയിൽ തോറ്റ് വനവാസം ചെയ്യുന്ന കാലമായിരുന്നു. സുന്ദരിയുടെ വിവാഹം നടക്കാൻ പോകുന്ന വിവരം അഭിമന്യു അറിഞ്ഞു. ദുര്യോധനപുത്രനായ ലക്ഷണനാണ് വരൻ. അഭിമന്യു ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. അമ്മമാർക്ക് അതിൽ സങ്കടമുണ്ടെന്ന് മാതാവായ സുഭദ്രയുടെ വാക്കുകളിൽ നിന്നും അഭിമന്യു അറിയുന്നു. അഭിമന്യുവിൻ്റെയും സുന്ദരിയുടെയും ശൈശവകാലത്ത് മാതാക്കൾ തമ്മിൽ ഒരു സത്യം ചെയ്തിരുന്നു. പ്രായമാകുമ്പോൾ അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കാമെന്നായിരുന്നു ആ സത്യപ്രതിജ്ഞ. ഈ വിവരങ്ങളെല്ലാം പാർത്ഥൻ്റെ പുത്രനായ അഭിമന്യു അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാതാക്കളുടെ സത്യനിശ്ചയം പാലിക്കാനായി അവൻ പോവുക തന്നെ ചെയ്യും. തൽക്ഷണം തന്നെ സുന്ദരിയെ വിവാഹം കഴിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി അഭിമന്യു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ദ്വാരകയിലേക്ക് തിരിച്ചു. ധീരനായ വിജയൻ്റെ പുത്രനാണ് അവൻ. ഏകനായിട്ടാണ് അഭിമന്യു പോകുന്നത്. വനയാത്രയിൽ ക്ഷീണിതനായി അവൻ അല്പസമയം ഒരു പാറപ്പുറത്ത് വിശ്രമിക്കാനായി കിടക്കുന്നു. അപ്പോൾ ഗന്ധം കൊണ്ട് ഒരു മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുന്നു എന്നറിഞ്ഞ് ഒരു രാക്ഷസൻ അവിടെ എത്തി അവനെ ഉണർത്തി യുദ്ധം ആരംഭിച്ചു. അവർ തമ്മിൽ നടന്ന ദ്വന്ദ്വയുദ്ധം അതിഘോരമായിരുന്നു. യുദ്ധത്തിൽ താൻ പരാജയപ്പെടുമോ എന്ന സംശയം വന്നപ്പോൾ ആ രാക്ഷസൻ ചോദിച്ചു, ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണ്? ഇത് കേട്ടപ്പോൾ അഭിമന്യു പറഞ്ഞു, ഞാൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. യുദ്ധത്തിനിടയിൽ ഊരും പേരും ചോദിക്കുന്നത് എന്തിന്? നീ യുദ്ധം ചെയ്താൽ മതി. ഇങ്ങനെ അഭിമന്യു പറഞ്ഞപ്പോൾ ആ അസുരൻ ഇങ്ങനെ പറഞ്ഞു, പാണ്ഡവരിൽ അതിബലവാനായ ഭീമസേനന്റെ പുത്രൻ ഘടോത്കചനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണെന്ന് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. അത് കേട്ടപ്പോൾ അഭിമന്യു തൽക്ഷണം തന്നെ ഘടോത്കചന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു, ജ്യേഷ്ഠ, ക്ഷമിക്കണം. ഞാൻ മധ്യപാണ്ഡവനായ പാർത്ഥന്റെ പുത്രൻ അഭിമന്യുവാണ്. എൻ്റെ അവിവേകം അങ്ങ് ക്ഷമിക്കണം. ഇത് കേട്ടപ്പോൾ അനുജ എന്ന് വിളിച്ചുകൊണ്ട് ഘടോത്കചൻ അവനെ വാരിയെടുത്ത് ഗാഢമായി പുണർന്നു. അതിനുശേഷം ചോദിച്ചു, അങ്ങ് ഏകനായി ഇപ്പോൾ എവിടെ പോകുന്നു? ഇത് കേട്ടപ്പോൾ അഭിമന്യു തൻ്റെ യാത്രയുടെ ഉദ്ദേശം വിസ്തരിച്ച് ഭീമസേന പുത്രനെ പറഞ്ഞു കേൾപ്പിച്ചു. കൊച്ചനുജ, നീ ഒട്ടും ഭയപ്പെടേണ്ട. ദുര്യോധനാദികളെ ഓടിച്ച് സുന്ദരിയെ നിന്നെക്കൊണ്ട് വേടി കഴിപ്പിക്കും ഞാനും വരാം നിന്റെ കൂടെ. അങ്ങനെ അവർ ഘടോത്കച മാതാവായ ഹിഡുംബിയെ ചെന്നു കണ്ട് വന്ദിച്ചു. അനുഗ്രഹങ്ങളും വാങ്ങി യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോൾ നാഗയക്ഷനെ പോലെയുള്ള ഒരു അതികായൻ മാർഗം തടുത്ത് 2 പർവ്വതങ്ങളിൽ ചവിട്ടി കവച്ചു നിൽക്കുന്നത് കണ്ട് ഘടോത്കചൻ വിളിച്ചു പറഞ്ഞു, ഹേ പാതാള നിശാചര, വഴിയിൽ നിന്നും മാറി നിൽക്കൂ, ഞങ്ങളൊന്ന് പോകട്ടെ. ഇതു കേട്ടപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങൾക്ക് പോകണമെങ്കിൽ എൻ്റെ കാലുകൾക്കിടയിലൂടെ പൊയ്ക്കൊള്ളുക. ഇങ്ങനെ വാക്കുതർക്കമായി. വാക്കുതർക്കം മൂത്ത് ഒടുവിൽ അവർ തമ്മിൽ യുദ്ധമായി. യുദ്ധമധ്യേ ഇരവാൻ തൻ്റെ പരമാർത്ഥം വിളിച്ചു പറഞ്ഞു, ഞാൻ പാണ്ഡുനന്ദനായ അർജുനന് ഉലൂപിക എന്ന നാഗവനിതയിൽ ഉണ്ടായ ഇരവാൻ എന്ന പുത്രനാണ്. നിങ്ങൾ ആരാണ്? ഇത് കേട്ടപ്പോൾ അഭിമന്യു ഇരവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു,
ജ്യേഷ്ഠ, ഞാനും അർജുനപുത്രനാണ്. പേര് അഭിമന്യു. ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയാണ് എൻ്റെ അമ്മ. ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനാണ്. ഭീമസേനനാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഘടോൽകചൻ എന്നാണ് ജ്യേഷ്ഠൻ്റെ പേര്. ഇത് കേട്ടപ്പോൾ ഇരവാൻ ഘടോൽകചൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അഭിമന്യുവിൻ്റെ യാത്രയുടെ ഉദ്ദേശം അറിഞ്ഞപ്പോൾ ഉലൂപികയുടെ പുത്രനായ ഇരവാൻ അഭിമന്യുവിനെ ധൈര്യപ്പെടുത്തി. അനുജ, ഒട്ടും ഭയപ്പെടേണ്ട. നമ്മുടെ പിതാക്കന്മാർ കാട്ടിലാണ് എന്ന് വിചാരിച്ച് നീ അധൈര്യപ്പെടേണ്ട. സുന്ദരീരത്നമായ സുന്ദരിയെ എൻ്റെ അനുജനെ കൊണ്ട് ഞങ്ങൾ വിവാഹം കഴിപ്പിക്കും. ഞാനും ജ്യേഷ്ഠൻ ഘടോൽകചനുമുണ്ടെങ്കിൽ കൗരവ മഹാസൈന്യങ്ങളെ യുദ്ധാഗ്നിയിൽ ദഹിപ്പിച്ചു കളയും. അതിനുള്ള സാമർഥ്യം പിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കുണ്ട്. ഞാനും വരാം. അങ്ങനെ അവർ 3 പേരും കൂടി ആർത്തു വിളിച്ച് യാത്ര തുടർന്നു. പോകുന്ന വഴി പന്തലിച്ചു നിന്ന ഒരു വൃക്ഷത്തെ കണ്ട് ഖഡ്ഗം വീശി ഇരവാൻ ഒന്ന് വെറുതെ വെട്ടി. പ്രധാനപ്പെട്ട 5 കൊമ്പുകളും തായ്തടിയും ഒഴിച്ചുള്ള സർവ്വ കൊമ്പുകളും ഇലച്ചില്ലകളും അറ്റ് താഴെ വീണു. ഇരവാൻ പറഞ്ഞു, ആസന്നമായി നടക്കാൻ പോകുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ ചിത്രമാണിത്. ഈ തായ്തടി സാക്ഷാൽ പരമാത്മാവായ ശ്രീകൃഷ്ണനാണ്. ഈ 5 കൊമ്പുകൾ നമ്മുടെ പിതാക്കന്മാരുമാണ്. ബാക്കി സർവവും ഈ സമരത്തിൽ നശിക്കും. ജ്യേഷ്ഠാനുജന്മാർ 3 പേരും കൂടി ദ്വാരകയിൽ എത്തിച്ചേർന്നു. ദൂരെ വെച്ചു തന്നെ സത്യഭാമ അഭിമന്യുവിനെ കണ്ട് ആനന്ദിച്ചു. വിവാഹം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. മുഹൂർത്തം അടുക്കുന്നു. ദുര്യോധനനും ബന്ധുമിത്രാദികളും വിശാലമായ പന്തലിൽ നിരന്നിരിക്കുന്നു. കൃഷ്ണൻ ആ സമയത്ത് അന്തഃപുരത്തിൽ എവിടെയോ ആണ്. പുരോഹിതൻ താലി പൂജിച്ച് മംഗളദീപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അഭിമന്യു അചഞ്ചല ചിത്തനായി മുമ്പോട്ടടുത്ത് മണവാള വേഷം ചമഞ്ഞു നിന്ന ലക്ഷണനെ ബന്ധിച്ച് മാറ്റി നിർത്തിയിട്ട് സുന്ദരിയുടെ മൃദുല കോമള ഗളത്തിൽ മംഗല്യസൂത്രമണിയിച്ചു. അതുകണ്ട് ആകെ ഒരു ബഹളമായി. ഇരവാനും ഘടോൽകചനും കൂടി കൗരവന്മാരെ അടിച്ചോടിച്ചു. ദ്വാരകയിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയുണ്ടായി എങ്കിലും പെട്ടെന്നത് ശാന്തമായി. സുന്ദരിയെ അവിടെ കണ്ട ഒരു തേരിൽ കയറ്റി പാർത്ഥപുത്രൻ ജ്യേഷ്ഠന്മാരുടെ അകമ്പടിയോടുകൂടി നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. സസുഖം അവിടെ എത്തി. അനുജന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ഇനി നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ചു കാണാം എന്നു പറഞ്ഞ് അവർ പിരിഞ്ഞു. പിന്നീട് നടന്ന മഹാഭാരത യുദ്ധത്തിൽ ആ 3 വീരന്മാരും സ്വർഗലോകം പോകി. കൃഷ്ണന്റെ മായാശക്തിയാൽ ബലവാനായ ബലഭദ്രൻ മൗനം അവലംബിച്ചിരുന്നു പോയി. അതിയോഗ്യനും അതിവീര്യ പരാക്രമശാലിയുമായ അഭിമന്യു സുന്ദരിയെ വിവാഹം കഴിച്ചതോർത്ത് ദ്വാരകാവാസികൾ ഉള്ളുകൊണ്ട് വളരെയധികം സന്തോഷിച്ചു. സഹോദരിയായ സുഭദ്രയെ വിജയനെ കൊണ്ട് ഗൂഢമായി വിവാഹം കഴിപ്പിച്ചതുപോലെ പുത്രിയായ സുന്ദരിയെ സുഭദ്രാപുത്രനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഭഗവാന്റെ മറ്റൊരു മായാ വൈഭവം തന്നെയാണ്. പാണ്ഡവരുടെ അജ്ഞാതവാസത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വിരാട രാജാവിൻ്റെ പുത്രിയായ ഉത്തരയെയും അഭിമന്യു പിന്നീട് പാണിഗ്രഹണം ചെയ്തിരുന്നു. സുഭദ്രയെ ദുര്യോധനനെ കൊണ്ട് വേളി കഴിപ്പിക്കുവാൻ ബലഭദ്രൻ നിശ്ചയിച്ചതാണ്. അത് നടന്നില്ല. പിന്നീട് കൃഷ്ണനന്ദിനിയായ സുന്ദരിയെ ദുര്യോധനൻ്റെ പുത്രനെ കൊണ്ട് പാണിഗ്രഹണം ചെയ്യിപ്പിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. അവസാന ഘട്ടത്തിൽ അതും നടന്നില്ല. ഈ 2 അവസരങ്ങളിലും ബലഭദ്രനുണ്ടായ കോപാഗ്നി ഭഗവാന്റെ സന്ദർഭോചിതമായ അമൃത ഭാഷണത്താൽ തണുത്തുപോയി എന്നു വേണം കരുതാൻ. ഹരേ കൃഷ്ണ. മഹാഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എല്ലാവരും ഈ കഥകളൊക്കെ പഠിക്കണം. നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങൾ തന്നെയാണ് മഹാഭാരതവും രാമായണവുമൊക്കെ.
അതിൻ്റെ സൂക്ഷ്മമായ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല എങ്കിലും ആകെ ഒരു അവബോധം നമുക്കെല്ലാവർക്കും ഈ ഇതിഹാസങ്ങളിൽ മേൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥകളൊക്കെ പറയുന്നത്. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കഥകൾ പറയാനായിട്ട് നമുക്കൊരു പ്രചോദനം ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.